വെൽക്കം ടു ബൈബിൾ സ്റ്റഡി. കടന്നു വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ വന്ദനം. നമ്മൾ സീക്വൻസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പഠിക്കുന്ന പുസ്തകം ന്യായാധിപന്മാരുടെ പുസ്തകമാണ്. അതിന്റെ രൂപരേഖ ഞാൻ ആദ്യം പറയാം, അതിനുശേഷം ഈ ബൈബിൾ പ്രോജക്റ്റ് ആര് വന്നിരിക്കുന്നത് നന്നായി ശ്രദ്ധിക്കണം. നമ്മൾ പഠിച്ചു ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഇങ്ങനെ പോയി യോശുവ ന്യായാധിപന്മാരുടെ കാലത്തേക്ക് വന്നിരിക്കുക. യോശുവയുടെ നേതൃത്വത്തിലാണല്ലോ ഇവർ വന്നത്. യോശുവ നല്ലൊരു ലീഡറായി, തനിക്ക് പിൻഗാമികളായിട്ട് ചിലരെയൊക്കെ താൻ നിയുക്തരായ മനുഷ്യർ ഒരു പക്ഷെങ്കിൽ നമ്മുടെ ഈ കാലം പോലെ ദൈവത്തിന്റെ വഴി വിട്ടു പോകുന്നു. 12 ന്യായാധിപന്മാരെ കൂടെ കാണുന്നുണ്ട് ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ. പിന്നെ ഏലി എന്ന് പറയുന്ന പുരോഹിതനും ശമൂവേൽ, അങ്ങനെ 14 പേരെയാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ. അങ്ങനെ ന്യായാധിപന്മാരുടെ കാലഘട്ടം, രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് ഈ പുസ്തകം എഴുതിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അക്കാലത്ത് ഇസ്രായേലിലെ രാജാക്കന്മാരില്ലായിരുന്നു. ന്യായാധിപന്മാർ എന്തിനാ വന്നെന്ന് ചോദിച്ചാൽ ദൈവം ചില ദൗത്യങ്ങൾ ഏൽപ്പിച്ചു. ദൈവം നമ്മെ ഏൽപ്പിച്ച് ദൗത്യം ചെയ്തില്ലെങ്കിൽ എന്നും അത് കെണിയാണ്. ദൈവം പറഞ്ഞു, നിങ്ങൾ ഈ രാജ്യത്ത്, ഇല്ലെങ്കിൽ ഈ രാജ്യം നിങ്ങൾക്ക് തന്നത് ദൈവത്തെ ആരാധിക്കാനാണ്. മ്ലേച്ഛമായ വിഗ്രഹാരാധന, അതുപോലെ തന്നെ സോഷ്യൽ ഇഷ്യൂസ് ഒരുപാടുണ്ട്. നമുക്ക് അത് അനുവർത്തിക്കാൻ കഴിയാത്തത് അനേക കാര്യങ്ങൾ, കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ, സ്ത്രീകളോടുള്ള ബന്ധത്തിൽ, വ്യവഹാരം സംബന്ധിച്ചുള്ള ഇങ്ങനെ ഒരുപാട് കാര്യമുണ്ട്. ഇതിലെല്ലാം മനുഷ്യർ പലപ്പോഴും തോറ്റുപോകും. അങ്ങനെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്തൊരു കാലം, ദൈവത്തെ മറന്ന് ജീവിക്കുമ്പോൾ ദൈവം ഈ ജനത്തെ ശത്രുക്കളെ ഏൽപ്പിക്കും. ആമോസിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, കറ്റി അമക്കുന്ന പോലെ നിങ്ങളെ അമക്കുമെന്ന്. ഭാരം, സമാധാനമില്ലായ്മ ഒക്കെ വരുമ്പോൾ ഇവർ നിലവിളിക്കുമ്പോൾ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ന്യായാധിപന്മാർ പലരും എഴുന്നേറ്റിട്ടുള്ളത്. അങ്ങനെയുള്ള ന്യായാധിപന്മാരുടെ കാലത്ത് ഇവർ മാനസാന്തരപ്പെടും. പാരബോളിക്കായിട്ട് പിന്നെയും ഇവർ താഴോട്ട് പോകും. പിന്നെയും ദൈവം അവരെ ശത്രുക്കളെ ഏൽപ്പിക്കും. ഇങ്ങനെയുള്ള ക്രിസ്ത്യ ജീവിതം നയിക്കുന്നവരുമുണ്ട്. പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ, രോഗം, ദുഃഖം, കഷ്ടം, കടഭാരങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ദൈവത്തിൽ ആശ്രയിക്കും. വേഗത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ മറന്നു പോകും. സ്റ്റഡിയായിട്ടുള്ള, നിലനിൽക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാത്ത ആർക്കും തന്നെ സമാധാനപരമായി ജീവിക്കാനൊക്കെ ഇല്ല. നമുക്ക് സ്റ്റഡിയായിട്ട്, പാരബോളിക്കായി അപ്പ് ആൻഡ് ഡൗൺസ്, ചില പറയുന്നുണ്ട്, വലിയ ക്രെഡിറ്റ് ആയിട്ട് പറയും ജീവിതത്തിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്. അപ്പ് ആൻഡ് ഡൗൺസ് വന്നു കഴിഞ്ഞാൽ അതിന് കോൺസിക്വൻസ് ഉണ്ട്, അതിന് ബുദ്ധിമുട്ടുണ്ട്, അതിന് പേ ചെയ്യേണ്ടി വരും. അത് നഷ്ടങ്ങളുടെയും കഷ്ടങ്ങളും ഒരുപാട് വരും. അങ്ങനെ ഈ നഷ്ടങ്ങളും കഷ്ടങ്ങളും ഇല്ലാതെ, കഷ്ടങ്ങൾ വരില്ലെന്നല്ല, അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് മുന്നോട്ട് പോകുവാൻ ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു നല്ല പാഠമാണ് ന്യായാധിപന്മാർ. തങ്ങൾക്ക് ബോധിച്ച പോലെ ന്യായാധിപന്മാരുടെ കാലത്ത് ജനം നടന്നു എന്ന അങ്ങനെ ജീവിക്കാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. ഉത്തരവാദിത്തങ്ങളെ മറന്ന്, ദൈവത്തെ മറന്ന് നമുക്ക് ജീവിക്കാൻ ഒക്കില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇത് ശ്രദ്ധിച്ചേ, നന്നായിട്ട് ഇവരെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക, ബാക്കി കാര്യം വചനം വായിച്ച് നമുക്ക് ഗ്രഹിക്കാൻ ഉള്ളതേ ഉള്ളൂ. ദൈവം സഹായിക്കട്ടെ. The book of Judges. So remember, after Joshua led the tribes of Israel into the promised land, he called them to be faithful to their covenant with God by obeying the commands of the Torah. And if they do this, they will show all the other nations what God is like. So Judges begins with the death of Joshua and basically tells the story of Israel's total failure. The book's name comes from the type of leaders Israel had in this period. Before they had any kings, the tribes were all governed by these judges. Now, don't think of a courtroom. These were regional political military leaders, more like a tribal chieftain. And you need to be warned, the book of Judges is very disturbing and violent. It tells the tragic tale of Israel's moral corruption, of its bad leadership, and basically how they become no different than the Canaanites. But this sad story is also meant to generate hope for the future, and you can see this in how the book's designed. There's a large introduction that sets the stage for Israel's failure as they don't drive out the remaining Canaanites. Then the large main section of the book has stories about the growing corruption of Israel's judges, and the progression here shows how Israel's leaders go from pretty good to okay to bad to worse. The concluding section is really disturbing and shows the corruption of the people of Israel as a whole. So let's dive in and we can explore each part a bit more.
The opening section begins with the tribes of Israel in their territories in the Promised Land. And while Joshua defeated some key Canaanite towns, there was still a lot of land to be taken and lots of Canaanites living in those areas. And so chapter 1 gives a long list of Canaanite groups and towns that Israel just failed to drive out from the land. Now, remember, the whole point of driving out the Canaanites was to avoid their moral corruption and their way of worshiping the gods through child sacrifice. God had called Israel to be a holy people, and that does not happen. Chapter 2 describes how Israel just moved in alongside the Canaanites and adopted all their cultural and religious practices. And it's right here that the story stops. For nearly a whole chapter, the narrator gives us an overview of everything that's about to happen in the body of the book. This part of Israel's history, the narrator says, was a series of cycles moving in a downward spiral. So Israel became like the Canaanites, and so they would sin against God. So God would allow them to be conquered and oppressed by the Canaanites, and eventually the Israelites would see the error of their ways and repent. So God would raise up a deliverer, a judge from among Israel who would defeat the enemy and bring about an era of peace. But eventually Israel would sin again, and it would all start over. This cycle provides the literary design and flow for the next main section of the book. It gets repeated for each of the 6 main judges whose stories are told here. Now, the stories of the first 3 judges, Othniel, Ehud, and Deborah, they are epic adventures. They're also extremely bloody stories. Either the judge themselves or people who help the judge, they defeat their enemies and deliver the people of Israel. The stories about the next 3 judges are longer, and they focus in on the character flaws of the judges, which get increasingly worse. So Gideon, he begins pretty well. He's a coward of a man, but he eventually comes to trust that God can save Israel through him. And so he defeats a huge army of Midianites with only 300 men carrying torches and clay pots. But Gideon has a nasty temper, and he murders a bunch of fellow Israelites for not helping him in his battle. And then it all goes downhill from there. He makes an idol from the gold that he won in his battles. And then after he dies, all Israel worships the idol as a god, and the cycle begins again. The next main judge is Jephthah, who's something of a mafia thug living up in the hills. And when things get really bad for Israel, the elders come to him begging for his help. And Jephthah was a very effective leader. He won lots of battles against the Ammonites, but he was so unfamiliar with the God of Israel, he treats him like a Canaanite god. He vows to sacrifice his daughter if he wins the battle. This tragic story, it shows just how far Israel has fallen. They no longer know the character of their own God, which leads to murder and to false worship. The last judge, Samson, is by far the worst. His life began full of promise, but he has no regard for the God of Israel. He was promiscuous, violent, and arrogant. He did win brutally strategic victories over the Philistines, but only at the expense of his own integrity, and his life ends in a violent rush of mass murder. Now, a quick note here. You'll notice a repeated theme in the main section of the book, that at key moments, God's Spirit will empower each of these judges to accomplish these great acts of deliverance. Now, the fact that God uses these really screwed up people doesn't mean he endorses all or even any of their decisions. God is committed first and foremost to saving his people, but all he has to work with is these corrupt leaders. And so work with them he does. This whole section is designed to show just how bad things have gotten. You can't even tell the Israelites and the Canaanites apart anymore, and that's just the leaders. The final section shows Israel as a whole hitting bottom. There are 2 tragic stories here, and they are not for the faint of heart. They're structured by this key line that gets repeated 4 times at the close of the book. In those days, Israel had no king, and everyone did what was right in their own eyes. The first story is about an Israelite named Micah who builds a private temple to an idol, and that gets plundered by a private army sent from the tribe of Dan. So they come and they steal everything, and then they go and burn down the peaceful city of Laish and murder all of its inhabitants. It's a horrifying story. When Israel forgets its God, might makes right.
The final story of the book is even worse. It's a shocking tale of sexual abuse and violence, which all leads to Israel's first civil war. It's very disturbing. And that's the point. These stories are meant to serve as a warning. Israel's descent into self-destruction is the result of turning away from the God who loves them and saved them out of slavery in Egypt. And now Israel needs to be delivered again from themselves. The only glimmer of hope in this story is found in this repeated line in the last part of the book. It actually forms the last sentence of the story. Israel has no king. And so the stage is set for the following books to tell the origins of King David's family, the book of Ruth, and also the origins of kingship itself in Israel, the book of 1 Samuel. But the story of Judges has value as a tragedy. It's a sobering explanation of the human condition, and ultimately it points out the need for God's grace to send a king who will rescue his people. And that's the book of Judges. എങ്ങനെയുണ്ട് ഈ ബൈബിൾ പ്രോജക്റ്റ്? ഈ പ്രിയപ്പെട്ടവർ നമുക്ക് ഫ്രീ ആയിട്ട് തന്നിരിക്കുന്ന ഈ പ്രോജക്റ്റ് ദൈവവചന പഠനത്തിനും ഒക്കെ ഉപയോഗിക്കാനായിട്ട് പ്ലെയിനായിട്ട് നമുക്കതിനെ പഠിച്ച് മനസ്സിലാക്കാനായിട്ട് ഇടയാകട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 7 ഘട്ടങ്ങളായി തിരിച്ചുകൊണ്ട് പഠിപ്പിക്കാൻ ഈ പുസ്തകത്തിലുണ്ട്. ഓരോ ന്യായാധിപന്മാരുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. ഒരു കാലത്ത് ചില ന്യായാധിപന്മാർ നന്നായിട്ട് ചോദിക്കും, പക്ഷേ വീണ്ടും അവർ വീക്കായിപ്പോകും. ഞാൻ ഇതിൽ നിന്ന് എൻ്റെ ഒരു സ്വന്തം അഭിപ്രായം പറയട്ടെ. യോജിക്കാം, യോജിക്കാതിരിക്കാം. ഇത് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. അക്സെപ്റ്റ് ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ അത് കഴിവിക്കാരെ ആശ്രയിച്ചിരിക്കും. ദൈവം നമ്മെ ഓരോ കാലഘട്ടത്തിലേക്ക് തിരഞ്ഞെടുക്കും. ആ കാലഘട്ടം നമ്മുടെ പ്രവൃത്തി ചെയ്യണം. എന്ന കാലഘട്ടം അത് കഴിഞ്ഞിട്ട് ദൈവപ്രവൃത്തി അല്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് ദൈവത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ വ്യർത്ഥമായി തീരും. ശൗലിന്റെയൊക്കെ ചരിത്രം പഠിക്കുമ്പോൾ 40 വർഷം വാണു, 2 വർഷം മാത്രമേ ദൈവഹിത പ്രകാരം വർക്ക് ചെയ്തിട്ടുള്ളൂ. ബാക്കി 38 വർഷം പുള്ളി ചെയ്തതെല്ലാം പരാജയമായി പോയി. അതുപോലെ തന്നെ ശിംശോന്റെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ വളരെ രസകരമാണ്. ഒരു കാലത്ത് നല്ല കാര്യങ്ങൾ ചെയ്തു, പക്ഷെ അത് എൻ്റെ വീക്ക് പോയിന്റ്. അങ്ങനെ അനേകർ ഇക്കാലത്തുണ്ട്. ഞാൻ അനേകരെ കുറിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ പറയട്ടെ. ദൈവത്തിന് വേണ്ടി നാം ആക്കി വെച്ചിരിക്കുന്നത് വിശ്വസ്തയോടെ നിൽക്കുക. പിന്നെ മഹത്വത്തിലേക്ക് ദൈവം നമ്മെ കൈക്കൊള്ളട്ടെ. നമ്മുടെ പ്രവൃത്തി ചെയ്ത ശേഷം നമ്മുടെ ഗ്ലോറി നഷ്ടപ്പെട്ടു പോകുന്ന, ദൈവത്തിന്റെ ഹിതമല്ലാത്ത പ്രവൃത്തി ചെയ്യുവാൻ നാം ആഗ്രഹിക്കരുത്. അങ്ങനെ ഒരു പ്രവൃത്തിയിൽ ചിലപ്പം വീണുപോയെന്ന് വരാം. ഉദാഹരണം, നോഹ. ലോകത്തിൽ നമുക്കറിയാം, നോഹയെ ഒറ്റ മനുഷ്യനെ ഉള്ളായിരുന്നു. ഉലകത്തിൽ നീതിമാനും നിഷ്കളങ്കനുമായ ദൈവത്തിന് എണ്ണുവാൻ ഒരൊറ്റ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ കുടുംബം. പക്ഷെ അദ്ദേഹത്തിന്റെ ഗ്ലോറി ഭയങ്കരമാണ്, അദ്ദേഹത്തിന്റെ പ്രോജക്റ്റ് ഭയങ്കരമാണ്. നമ്മുടെയൊക്കെ വല്യപ്പൻ അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ വിശ്വസ്തതയാണ്, ദൈവം കണ്ടതും ദൈവം അദ്ദേഹത്തെ കണ്ടതും ഒക്കെയാണ് ഇന്ന് മനുഷ്യൻ ഭൂമുഖത്തുള്ളതെന്നാണ് വിശുദ്ധ വചനം പറയുന്നത്. പക്ഷേ പെട്ടകം പണിതു, വലിയ ഫ്ലഡ് ഉണ്ടായി, വെള്ളപ്പൊക്കം ഉണ്ടായി. അതിനെല്ലാം ശേഷം താന് ഒരു കൃഷിക്കാരനായിട്ട് മാറി വീണ്ടും തന്നെ ചിത്രീകരിക്കുന്ന വചനം വളരെ മദ്യപിച്ച് ശാപം വായിൽ നിന്ന് വരുന്ന രീതിയിൽ താൻ അതുപോലെ തന്റെ മഹത്വമെല്ലാം നഷ്ടപ്പെട്ട ഒരു ചിത്രീകരണമാണ് വേദപുസ്തകത്തിൽ. അപ്പൊ മോശയെ പറ്റി പഠിക്കുമ്പോൾ നോക്കിക്കേ, മോശ വലിയ കാര്യങ്ങളെല്ലാം ചെയ്തിങ്ങനെ വരിക. വന്നപ്പം ദൈവം ഇസ്കയുടെ മകളെ കൊണ്ടുപോയി, മോശെ നീ പോരെ. ഞാനിങ്ങനെ ചിന്തിച്ച്, കർത്താവ് എന്തുകൊണ്ട് ഈ മോശയെ കനാനിലേക്ക് വിട്ടില്ല? ഒരുപക്ഷെ കനാനിലേക്ക് വിട്ടു കഴിഞ്ഞാൽ മോശയുടെ പരിപാടി തീർന്നു. യോശുവയാണ് വരാൻ പോകുന്നത്, യുദ്ധം ചെയ്യേണ്ട യോശുവ. പുള്ളിക്കും കിട്ടും ഒരല്പസ്ഥലം. പുള്ളി ഒരു കർഷകനായി തീർന്ന് നോഹയെ പോലെ തീരരുത് മോശ എന്ന് ദൈവത്തിനറിയാം. ആദ്യത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കുന്നു അറിയുന്ന ഒരു ദൈവം നമ്മുടെ കർത്താവ്. നമുക്ക് തരുന്ന ആയുഷ്കാലമൊക്കെയും ദൈവത്തിന് വേണ്ടി നന്നായി ശോഭിച്ച് ദൈവഹിതമല്ലാത്തൊരു പ്രവൃത്തിയും നമ്മളിൽ വെളിപ്പെടാതെ വണ്ണം ദൈവം നമ്മെ സൂക്ഷിക്കുകയും ദീർഘായുസ് തന്നാലും അതൊക്കെ ഈ ദൈവനാമഹത്വത്തിനായി തീരുവാനിടയാകണം. മിലിറ്ററിയിലെ കുതിരയെ പറ്റി കൊച്ചിൻ നാളിൽ ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ആ കഥ എങ്ങനെയാ? കുതിരയെ എങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു? കഥയായിരിക്കാം, സംഭവമായിരിക്കാം, എനിക്കറിയില്ല. വയ്യാതെ വന്ന സമയത്ത് അതിനെ മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിറ്റു. അങ്ങനെയൊന്നും വിൽക്കുന്ന ഒന്നും തോന്നുന്നില്ല എനിക്ക്.
അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ. എന്നാൽ കഥയിൽ ചോദ്യമില്ല. ഈ കുതിരയെ മിലിറ്ററിയിൽ ട്രെയിൻഡ് കുതിരയാണ്, വയസ്സായി കൊണ്ടുവിട്ടു. അതിനെ വാങ്ങിക്കൊണ്ട് പോയത് വസ്ത്രം വിഷപ്പലക്കുന്ന ഒരു മനുഷ്യന്. അയാൾ ഈ വിഷപ്പെല്ലാം ഇതിന്റെ പുറത്ത് കയറ്റി ഇങ്ങനെ കൊണ്ടുപോയി. ഒരു നാൾ ആ മാർക്കറ്റിൽ കൂടെ പോയപ്പോൾ കുതിര വലിയ കാഹള ശബ്ദം കേട്ടു, ട്രംപറ്റിൽ. അവൻ പെട്ടെന്ന് തന്റെ പുറത്തിരിക്കുന്ന വിഷപ്പ് കെട്ടെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ആ ശബ്ദം കേട്ടപ്പോൾ മുന്നോട്ട് ഓടി. കാര്യം അത് ട്രെയിൻഡ് ആയിരുന്നു. പക്ഷെ അതിന്റെ പ്രായം, അതിന്റെ അനാരോഗ്യം കണക്കിലെടുത്ത് മിലിറ്ററിക്ക് പുറത്താക്കി അതിനെ ലോക്കലായി ഒരു മനുഷ്യന് വിഷപ്പ് കെട്ട് ചുമ്മാൻ ഏൽപ്പിച്ചാലും അതിന്റെ സ്വഭാവം അതിന് മറക്കാൻ കഴിഞ്ഞില്ല. നല്ലൊരു ഗുണപാഠം ചെറുപ്രായത്തിൽ ഞാൻ അതിൽ നിന്ന് പഠിച്ചു. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നാം ഒരു നല്ല കാര്യത്തിന് വേണ്ടി ദൈവം നമ്മെ വിളിച്ചാൽ ആ നല്ല കാര്യം തികച്ച് നല്ലവനും വിശ്വസ്തനും ആയ ദാസനെ എന്നുള്ള വിളി കേൾപ്പാൻ ഉത്സാഹിക്കണം. ന്യായാധിപന്മാരുടെ കാലത്ത് അപ്പ് ആൻഡ് ഡൗൺസ്. ജനം കരയുന്നു, വിടുവിക്കുന്നു, വീണ്ടും ന്യായാധിപൻ വരുന്നു. ആ ന്യായാധിപനും ചില കഴിയുമ്പോൾ അവന്റെ ജീവിതത്തിലും വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുന്നു, ദൈവത്തിന്റെ വഴി വിട്ടു പോകുന്നു. അങ്ങനെ 100 കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ പഠിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കൂ. ഇത് കണ്ടല്ലോ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അടുത്ത ആഴ്ച നമുക്ക് അടുത്ത വചനം പഠിക്കാം.